ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമല ബാബിനോട് ചോദിക്കുന്നുണ്ട്, അവൾ അവിടെ ഉണ്ടോ ചോദിക്കുകയാണെ. അവിടെ ഉണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ബാലേന്ദ്രൻ ഇങ്ങനെ പതുക്കനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണേ. അന്നേരം ശിവൻ ബാലേന്ദ്രനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ബാലേന്ദ്രൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ബാലേന്ദ്രൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല പ്രമാണികൾ വരുമ്പോൾ അതേ രീതിയിൽ ഡ്രസ്സ് ധരിക്കാമെന്ന് വിചാരിച്ചു. ഇനി കവലച്ചട്ടമ്പികളെ പോലെ ഡ്രസ്സ് ധരിച്ചു വരാനാണെന്നുണ്ടെങ്കിലേ അതുപോലെ വേണമെങ്കിൽ വരാം, എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് രാജീവനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിലും രാജീവനെ നോക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ ഉടക്കാനായിട്ടുള്ള തീരുമാനമാണ് എന്ന്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നേർന്നിരിക്കുകയാണ്. അപ്പോൾ പറയ്, എന്താ എന്താ വിചാരണ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ രാജീവൻ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര, ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിനക്കറിയാവുന്ന തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. അലീനനെ ഈ വീട്ടിൽ നിർത്താനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവൾ ഇറക്കി വിടണമെന്നൊക്കെ തന്നെ രാജീവൻ പറയാണ് കേട്ടോ. അന്നേരം രാജീവനോട് ബാലേന്ദ്രൻ പറയാണ്, അലീനനെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ നീ ആരാടാ എന്ന് ചോദിക്കുകയാണേ. എന്നിട്ട് പറഞ്ഞു, നീ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ അനുവാദം ഇല്ലാതെ അലീനനെ പിടിച്ചിറക്കി പുറത്താക്കിയവനാണ്. അന്ന് നിനക്കിട്ടൊരു തരണം എന്ന് കരുതിയതാണ് ഞാൻ, പക്ഷേ ഞാനത് ക്ഷമിച്ചു. കാരണം ബോധമില്ലാത്തവനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ക്ഷമിച്ചതെന്ന് പറയാൻ കേട്ടോ. രാജീവനെ എല്ലാവരും മുന്നിൽ ഇങ്ങനെ പറയുമ്പോൾ നാണം കേട് തോന്നുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ശിവൻ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വർത്താനൊന്നും വേണ്ട. അലീനനെ ഇവിടെ നിർത്താൻ താല്പര്യമില്ല. ഞാൻ കൊല്ലപ്പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് അലീനയ്ക്ക് നീ പ്രത്യേക സ്ഥാനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒരു വേലക്കാരി തന്നെയായല്ലോ കൊല്ലപ്പള്ളിയിലെ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ടൻ എയർപോർട്ടിലേക്ക് പോകുന്ന അതേ സമയത്തിന് മുമ്പ് തന്നെ അലീന ഈ വീട്ടിലെ ജോലിക്കാരിയായി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. പിന്നെ പിന്നെ ആ ജോലിക്കാരി മാറി മറ്റൊരു സ്ഥാനമൊക്കെ നീ കൊടുത്തു എന്ന് അറിഞ്ഞല്ലോ. അതെ, ഞാൻ കൊടുത്തു. അവളുടെ ആ ഒരു പുണ്യം, അവൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ആത്മാർത്ഥത, സ്നേഹം, ഈ വീട്ടിലെ ഓരോ അംഗങ്ങളോടുള്ള അവളുടെ പെരുമാറ്റം, സത്യസന്ധത എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവൾക്കായി ഒരു സ്ഥാനം കൊടുത്തത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കീപ്പായിട്ടോ രണ്ടാം ഭാര്യയായിട്ടോ ഒന്നുമല്ല, എൻ്റെ മകളായിട്ടാണ് ഞാൻ അവൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ രാജീവനല്ല, നമ്മുടെ ശിവൻ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ 2 പെൺമക്കളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ മൂന്നാമതൊരു പെൺകുട്ടിയെ ദത്തെടുത്തത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് 2 പെൺകുട്ടികൾ ഉണ്ടായത് ഞാൻ വിചാരിച്ചിട്ടല്ലല്ലോ, അവർ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ അവർ പെൺകുട്ടികളാണെന്ന് അറിഞ്ഞത്, അല്ലാണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ അറിഞ്ഞതല്ലല്ലോ. പിന്നെ എനിക്കൊരു അലീനയെ ദത്തെടുക്കണമെന്ന് തോന്നി, ഞാൻ അലീനയെ ദത്തെടുത്തു, അത്രയേ ഉള്ളൂ. അന്നേരം ശിവൻ പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്ര, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റൂ, നിനക്കങ്ങനെ പെട്ടെന്ന് ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോക്കോ, നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്ക്, എന്നിട്ട് അലീനനെ ഞാൻ ദത്തെടുത്തതിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ അതുകൊണ്ട് വന്നിട്ട് എന്നെ കാണിക്കി, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പോൾ പറയുന്നുണ്ട്, അലീനനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്, നിങ്ങൾ രാവുണ്യ മേനോൻ്റെ മക്കളല്ലേ, വന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ അതിലൊരാൾ വന്നിട്ട് എഴുന്നേറ്റിട്ട് വൈജയന്തിയോട് ചോദിക്കുകയാണ്, അലീനയ്ക്കെതിരെയുള്ള കുറ്റം എന്താണ്, നിനക്ക് എന്താ അലീനന് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിക്കുക. എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, എനിക്ക് ഇത്ര രുചികരമായിട്ടുള്ള ഭക്ഷണം, ഇത്ര സ്നേഹമുള്ളൊരു വേലക്കാരിനും എനിക്ക് വേണ്ട, എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വേലക്കാരി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലെന്താണ് ചോദിക്കാനുള്ളത്. അവൾ ഈ വീട്ടിൽ വേണ്ടാന്ന് എൻ്റെ തീരുമാനമാണ്. പിന്നെ ബബിനോട് രോഹിത്തിനോട് ചോദിക്കാനായിട്ട് വരികയാണ്, ബബിതെ, നിനക്ക് എന്താണ് അലീനനെ ഇഷ്ടമില്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്ക് അവൾ ഇഷ്ടമല്ല എന്ന് പറയും. ബബിക്കും രോഹിത്തിനും അവൾ ഇഷ്ടപ്പെടാൻ പറ്റൂല എന്ന് ബാലേന്ദ്രൻ പറയുകയാണെ. അപ്പോൾ രാവുണ്ണി മേനോൻ്റെ മകൻ ചോദിക്കുകയാണ്, നിനക്ക് അവൾ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം വേണമല്ലോ ചോദിക്കുകയാണെ. എൻ്റെ അമ്മയ്ക്ക് അവൾ ഇഷ്ടമല്ല, പിന്നെ അവൾ എന്ത് ചെയ്താലും എനിക്കൊരു ഇറിറ്റേഷനാണ്, എനിക്ക് ദേഷ്യമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഈ വീട്ടിൽ നിർത്തി പൊറിപ്പിക്കാനായിട്ട് എനിക്കും വലിയ താല്പര്യമില്ല എന്ന് പറയാണ്. അതിനുശേഷം രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. രോഹിത്തെ, നിനക്ക് എന്താ അവൾ ഇഷ്ടമില്ലാത്തത് എന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്ക് അവളെ കൊണ്ട് യാതൊരു സഹായവും ഇല്ല, ഉപദ്രവവും ഇല്ല എന്ന് പറയാം കേട്ടോ. ഇല്ലടാ, നിനക്ക് അവളെ കൊണ്ട് ഉപദ്രവമില്ലെന്ന് സഹായം ഇല്ലടാ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. നീ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കയറാതെ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കാരുണ്യം കൊണ്ടാണ്. പിന്നെ നീ അവൾക്ക് നിന്നെതിരെ സഹായമില്ല എന്ന് പറയുന്നത് എന്താടാ, നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവളുടെ കാരുണ്യം കൊണ്ടാണ്, അതെന്താ നീ പറയാത്തത്? അപ്പൊ പെട്ടെന്ന് തന്നെ വൈദ്യന് മുഖമൊക്കെ ആകെ വല്ലാതാവണേ. രാജീവന് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് കാര്യം എന്നുള്ളതൊന്നും. അപ്പൊ പിന്നെ എന്നാലും രോഹിത് പറയാം, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇവിടെ നിർത്താനായിട്ട് എനിക്കും ഇഷ്ടമില്ല, അത്ര തന്നെയെന്ന് പറയും.
അപ്പൊ രാജീവൻ പറഞ്ഞു, ഇതേ കേട്ടല്ലോ വൈചേരിയും മക്കളുടെ അഭിപ്രായം നീ കേട്ടല്ലോ, അവർക്ക് ആർക്കും അലീന ഈ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് നീ അവളെ ഇവിടെ താമസിപ്പിക്കുന്നത്? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഇഷ്ടം ആരാണ് ഈ വീട്ടിൽ നോക്കിയിട്ടുള്ളത്? ഇവരിഷ്ടം ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടം ഇന്നേ വരെ നോക്കിയിട്ടുണ്ടോ? ദേ വൈജയ് നിൽക്കുന്നുണ്ട്, വൈജയോട് ചോദിക്കും ഏത് ഇഷ്ടമാണ് എൻ്റെ സാധിച്ചു തന്നിട്ടുള്ളത്? അപ്പോൾ വൈജയന് ചോദിക്കും, നിങ്ങളുടെ ഏത് ഇഷ്ടമാണ് ഞാൻ സാധിച്ചു തരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്താണത് എന്ന് ചോദിക്കും. ബാലേന്ദ്രൻ എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ ഇഷ്ടം ഏതെങ്കിലും നീ സാധിച്ചു നന്നായിട്ട് നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഞാനങ്ങനെ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല. അതെ എണ്ണി നോക്കിയിട്ടില്ല. ദേ നിൽക്കുന്ന ഇവൻ രോഹിത്തിന് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാനായിരുന്നു ഇഷ്ടം, പക്ഷേ അവൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആവണമെന്ന് വൈജിയാണ് തീരുമാനിച്ചത്. അവൻ എന്നിട്ട് അതിന് പോയി. എനിക്കും ഇഷ്ടം അവൻ ബിസിനസ് മാനേജ്മെൻറ്റ് എടുക്കാൻ തന്നെയായിരുന്നു. അതല്ലേ നടന്നത്. ബബിക്ക് മെഡിസിന് പോകാനായിരുന്നു ഇഷ്ടം, പക്ഷേ എനിക്കും അത് തന്നെയായിട്ടോ ഇഷ്ടം. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? വൈജയന്തി തീരുമാനിച്ചു അവൾ ഡിഗ്രി കോഴ്സിന് നിർത്താൻ മതി, ഇപ്പം അവൾ ഡിഗ്രിക്കല്ലേ പഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണെ. അപ്പോൾ ഓരോ ഇഷ്ടങ്ങളും അവളുടെ ഇതിലനുസരിച്ചാണ് ഇവിടെ നടന്നത്. അപ്പോൾ രാജീവ് ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? അന്ന് പറയായിരുന്നില്ലേ? അന്ന് പറയാൻ എനിക്ക് മനസ്സിലായിരുന്നടാ എന്ന് രാജീവിൻ്റെ മുഖത്ത് നോക്കി പറയാണ് കേട്ടോ. ഇപ്പം പറയാനാണ് എനിക്ക് തോന്നിയത് എന്ന് പറയാം. അതിനുശേഷം നിന്നെ ഞാൻ മുമ്പേ നോട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. നീ അന്ന് തന്നെ ഇവിടുന്ന് ആ പെൺകുട്ടീനെ പിടിച്ച് വലിച്ചു പോയപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വീണ്ടും ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ്റെ ഏകാധിപത്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബാലേന്ദ്രൻ തീരുമാനിക്കും, മറ്റുള്ളവർ അനുസരിക്കും. പിന്നെ രാജാവെന്നോ ഏകാധിപതിയെന്നോ പ്രസിഡന്റെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നത് അതങ്ങനെ നടക്കൂലല്ലോ ബാലേന്ദ്ര, അങ്ങനെ നിന്റെ ഏകാധിപത്യം മാത്രമായിട്ട് എങ്ങനെയാണ് ഈ വീട്ടിൽ നടക്കാം? ഇത് ഞാൻ കരം കൊടുക്കുന്ന വീടാണ്, ഞാൻ ചെലവിന് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ വീട്ടിലുള്ളത്. അപ്പം എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് നടക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പം രാജീവൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പം രാജീവൻ പറയാണ്, അങ്ങനെ നിന്റെ ഇഷ്ടങ്ങൾ മാത്രം നടക്കുന്ന ഒരു വീടായിട്ട് മാറാൻ ഇത് പറ്റൂല എന്ന് പറയാണ്. മാത്രമല്ല നീ ഇപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? നിന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയിട്ടല്ല വാദിക്കുന്നത്, എവിടെന്നോ വന്ന് തേവിടിച്ചിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ അവളെ കീപ്പായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് താമസിപ്പിക്കടാന്ന് പറഞ്ഞ വഴിക്ക് ഒറ്റ അടിയാണ് കേട്ടോ കൊടുക്കുന്നത് രാജീവിൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്താടാ നീ പറഞ്ഞത്? നീ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, നിനക്ക് ആദ്യമേ തന്നെ ഓങ്ങി വെച്ചിട്ടുള്ളതാണ് ഞാൻ എന്ന് പറയാം കേട്ടോ. രാജീവനാണെന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ പോകുമ്പോഴേക്കും ശിവൻ വന്ന് പിടിച്ച് വലിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞേ, ഇപ്പം പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി ഒരാളോട് എനിക്കൊരു സംസാരവും ഇല്ല. പിന്നെ ഇത് എൻ്റെ വീടാണ്, ഞാൻ കരം കൊടുക്കുന്ന ഞാൻ ഉണ്ടാക്കിയ വീട്. ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുക. ഇനി അലീന ഈ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ആരെന്നുണ്ടെങ്കിലും, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരായാലും ഈ നിമിഷം എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങിക്കോ, ആരാണെന്ന് വെച്ചാൽ ഇറങ്ങിക്കോ, എനിക്കത് ഒരു പ്രശ്നമില്ല. പക്ഷേ അലീന ഈ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ ഒരു മുകളിലേക്ക് പോകുകയാണ്. ഇതിന് ശേഷം തിരിഞ്ഞു നിന്നിട്ട് പറയണേ, ഈ അലീന പ്രശ്നം പറഞ്ഞ് കൊല്ലപ്പിള്ളിയിലെ ഓരോരുത്തൻ ഈ പടി കടന്ന് വരരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുകളിലേക്ക് പോകുകയാണ്. എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല ബാലേന്ദ്രൻ്റെ അടുത്തുനിന്ന്, എല്ലാവർക്കും മനസ്സിലാവുകയാണ്. രാജീവനാണെന്നുണ്ടെങ്കിൽ തൻ്റെ കവിളും പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടി കിട്ടി പോയില്ലേ. പക്ഷേ അലീനയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് നടക്കണമെന്ന് അറിയാണ്ട് ടെൻഷൻ അടിച്ചിട്ട് ബാലേന്ദ്രൻ്റെ ഫോൺ തന്നെ എടുത്തിങ്ങായിട്ട് ആർക്കോ വിളിക്കാനായിട്ട് പോവുകയാണ്. പെട്ടെന്നാണ് വാതിൽ മുട്ടുന്നത് കാണുന്നത്. ഓടിച്ചെന്ന് വാതിൽ ഓർക്കുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, കഴിഞ്ഞു, വിചാരണ കഴിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന ആകെ ടെൻഷൻ അടിച്ചിരിക്കണം, തന്നെ പറഞ്ഞയക്കോ ഇല്ലേ. എന്നിട്ട് പറഞ്ഞിട്ട്, പക്ഷേ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല കേട്ടോ എന്ന് പറയുകയാണെ. അങ്ങനെ അലീനയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാണ്. അലീനനെ ചേർത്ത് പിടിച്ച്, നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ വൈജയന്തിയാണ് ദേഷ്യപ്പെട്ട് ശിവന്റെ അടുത്ത് വന്നിട്ട്, കഴിഞ്ഞോ വിചാരണയും സംസാരങ്ങളും പുറത്താക്കലൊക്കെ കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ? ഇതിനാണ് നിങ്ങൾ വന്നത് ഒരുങ്ങിക്കെട്ടി എന്ന് ചോദിക്കാൻ കേട്ടോ. വലിയ വാചകടിച്ചിരുന്നല്ലോ. അവളെ നിലത്ത് കൂടെ വലിച്ചഴയ്ക്കുന്നോ പുറത്തേക്ക് തള്ളുന്നോ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ശിവൻ പറയും, എടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയോ. എനിക്ക് ബാലേന്ദ്രനെ തല്ലാൻ പറ്റുമോ? അവൻ കേസ് കൊടുത്ത് എനിക്ക് തിരിച്ച് ദുബായിക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എടി അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ആ പെണ്ണിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതേ ഈ നാട്ടിലാണെങ്കിൽ പെണ്ണുങ്ങളെ നോക്കിയാൽ മതി, അപ്പം തന്നെ കേസാ. അപ്പം ഇതൊന്നും അല്ലല്ലോ കൊല്ലപ്പള്ളിയിൽ വെച്ച് പറഞ്ഞിരുന്നത്. അവളെ താഴത്തുകൂടെ എടുത്ത് വലിച്ച് പുറത്തേക്ക് എറിയുന്നല്ലേ പറഞ്ഞത്. എടി അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ ശിവൻ പറഞ്ഞു, എടി ബാലേന്ദ്രൻ ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റു പിന്മാറുന്നൊന്നും വിചാരിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് നിയമപരമായി തന്നെ മുന്നേറാം എന്ന് പറയട്ടെ. എങ്ങനെ? നീ ഒരു കേസ് കൊടുക്ക്, ഏതോ ഒരു ലൈംഗിക തൊഴിലാളിയെ കൊണ്ടുവന്ന് ഇവിടെ നല്ല സന്തോഷത്തിലുണ്ടായിരുന്ന കുടുംബം നശിപ്പിക്കുകയും തെറ്റായ രീതിയിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്
ഒരു കേസ് ഫയൽ ചെയ്യുന്നു ഈ ബാലേന്ദ്രനും അലീനയ്ക്കും എതിരെ. അപ്പോൾ നീ എന്തായാലും പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റൂല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അത് ശരിയാണെന്നുള്ള രീതിയിൽ തോന്നാണ് കേട്ടോ. അപ്പോൾ രാവുണ്ണിമാനൻ്റെ മകന് പറയും ഇത് സൂപ്പർ ഐഡിയ ആണെന്ന് പറയും. അന്നേരം കമല പറയാണ് അതെ അലീന ഒപ്പിട്ട കരാറ് മനുവിൻ്റെ അടുത്തില്ലേ, മനു അവളെ തള്ളി പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പോട്ടെ, ബാലേന്ദ്രൻ അവളെ തള്ളി പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൃഷ്ണമോള് തള്ളി പറയോ? അമ്മ തള്ളി പറയോ? അമ്മ പറയോ അവൾ മോശക്കാരിയാണെന്ന് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് ശരിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് അത് ശരിയാ, ആ പെൺകുട്ടി മോശക്കാരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കും. അപ്പോൾ മോശക്കാരിയല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ ശിവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വീട്ടിൽ അവൾ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അത് പോലീസ് ഇടപെട്ട് എന്തെങ്കിലും ചെയ്തു തരും എന്ന് പറയും. അപ്പോഴേക്കും കൃഷ്ണമോള് വരികയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളെ കാണാം. മോളെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചോളൂ എന്ന് രാജീവൻ പറയാണ് കേട്ടോ. അപ്പോൾ മോള് ക്ലാസ്സിൽ പോയിരിക്കായിരുന്നോ? അതെ ഞാൻ ക്ലാസ്സിൽ പോയിരിക്കായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയും എല്ലാവരും എന്തെങ്കിലും ഇവിടെ നിൽക്കുന്നത്, ഇരുന്ന് സംസാരിച്ചൂടെ? ഞങ്ങൾ ഇരിക്കായിരുന്നു, ബാലേന്ദ്രനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നതാന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനി അപ്പോൾ ഒരാൾ പറയാണ് കേട്ടോ അതെ ആ പെണ്ണിനൊന്നും കണ്ടില്ലല്ലോ, എന്തായാലും ആ പെണ്ണിനൊന്ന് വിളിക്കുക, അവളോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ അവളെ തട്ടിപ്പൊത്തി അവിടെ വെച്ചിരിക്കുക, ആര് വിളിച്ചാലും അവൾ വരാം. അപ്പോൾ വൈജയന്തി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും നീ പോയിട്ട് അലീനെ വിളിച്ചോണ്ട് വാ. എന്തിനാ? നീ വിളിച്ചിട്ടുണ്ടാന്ന് പറയും. അപ്പോൾ ശിവൻ വന്നിട്ട് പറയും മോള് പോയിട്ട് അലീനെ വിളിച്ചിട്ടുണ്ടാന്ന് പറയും. അങ്ങനെ കൃഷ്ണമോള് അലീനെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോകുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് മനു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോടാണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ മനു ബാലേന്ദ്രൻ്റെ തോളിൽ വീണ് പൊട്ടിക്കറിയാണ് കേട്ടോ. അലീനെ പോയിട്ടും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ തൻ്റെ അവകാശമാണ്, തൻ്റെ മുറപ്പെണ്ണാണ്, ഇനി കല്യാണം കഴിക്കാന്നുള്ളൊരു തീരുമാനമൊക്കെ മനു എടുക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്